ലോകമാതാവേ നാദേ ശരണ്യേ നാരായണീ ഭോഗമോക്ഷദേ സർവമംഗലേ വിഷ്ണുമായേ പാർവതി ഭഗവതി ഭാരതി ലക്ഷ്മി ദേവി ദേവവാഹിനി ഗംഗേ ഭുവനേശ്വരി ഭദ്രേ നിന്തിരുവടി മമ നാവിന്മേൽ വസിക്കണം സന്തതം വന്ദിക്കുന്നേൻ കരുണാലയേ തായേ കുംഭീന്ദ്രവദനനാം തമ്പുരാൻ ലംബോദരൻ സംപ്രീതി വിഘ്നം തീർത്തു തുണച്ചിടുക വേണം കുംഭീന്ദ്രാസുരപരിപങ്ക്തിയാം മഹേശനും കുംഭീന്ദ്രൻ തന്നെ പരിപാലിച്ച മുകുന്ദനും അംബജോത്ഭവൻ താനും നാരദമുനീന്ദ്രനും ജംബാരി മുമ്പായുള്ള നിലിംബകദംബവും വേദവ്യാസനുമാദികവിയാം വാത്മീകിയും വേദവേദാംഗജ്ഞന്മാരായ ഭൂദേവന്മാരും രാമനാമാചാര്യനുമാവോളം തുണയ്ക്കണം മാമുനി ശ്രേഷ്ഠന്മാർ കാണ്ഡേയനും തുണയ്ക്കണം ദേവിതൻ മഹാത്മ്യത്തെ ചൊല്ലുവാൻ കിളിമകളാവോളം വന്ദ്യന്മാരെ വന്ദിച്ചു ചൊല്ലിയിടിനാൾ. അധ്യായം 2. ഘോരമായി ദേവാസുരയുദ്ധമുണ്ടായി മുന്നം 100 വത്സരം കാലമന്നസുരന്മാർക്കെല്ലാം രാജാവു മഹിഷൻ ദേവകൾക്കു പുരന്തരനാജിയിൽ തോറ്റാരെന്നു ദേവകളറിഞ്ഞാലും ഇന്ദ്രനായി വാണാൻ മഹിഷാസുരനതുകാലം വൃന്ദാരകന്മാർ ചെന്നു വന്ദിച്ചു വിരിഞ്ചനെ ദാതാവു തന്നെ മുന്നിട്ടാതിഥേയന്മാർ ചെന്നു ഭൂദേശ നാരായണന്മാരെയും വണങ്ങിനാർ. ഒന്നൊഴിയാതെ മഹിഷാസുര വിചേഷ്ടിതം വന്നൊരു ദുഃഖത്തോടും എപ്പേരുമുണർത്തിച്ചാർ. ഇന്ദ്രാഗ്നിയമ വരുണാനിലയ സൂര്യാദീനാം മന്ദിരങ്ങളും അധികാരവും അടക്കിനാൻ. സ്വർഗവും ഉപേക്ഷിച്ചു മർത്യരായ വനിയിൽ ദുഃഖിച്ചു നടക്കുന്നു ഞങ്ങളെന്താവതയ്യോ. ഇല്ലൊരു ശരണം മറ്റവനെ വൈകിടാതെ കൊല്ലുവാൻ എന്തുപായമെന്നതിനെ ചിന്തിക്കണം. ഇത്തരം ത്രിദശന്മാർ വാക്കുകൾ കേട്ട നേരം ക്രൂതരായി മഹാദേവനും മുകുന്ദനും അന്നേരം അവരുടെ ഭക്തപത്മത്തിങ്കൽ നിന്നു പുറപ്പെട്ടു. ഘോരമാം തേജസ്സപ്പോൾ അംബജോത്ഭവനുടെ ഭക്തങ്ങൾ തോറും നിന്നു സംഭവിച്ചിതു മഹോ തേജോരാശിയും. അപ്പോൾ മറ്റുള്ള വിഭുതന്മാർ തന്നുടെ കോപം കൊണ്ടു തെറ്റൊന്നു പുറപ്പെട്ടു ദീപിച്ചു തേജോമയം. സർവദേവതാ ശരീരങ്ങളിൽ നിന്നുണ്ടായ ദുർവാരമായ തേജസ് ഒന്നിച്ചു കൂടിയപ്പോൾ ഉർവിയും ആകാശവും നിറഞ്ഞു പരന്നൊരു പർവ്വതമെന്ന പോലെ തേജസാം കൂട്ടമപ്പോൾ ഔർവാഗ്നി തന്നെക്കാളും ഘോരമായി ജ്വലിച്ചിതു. സർവതോ വ്യാപ്തമായ കൽപ്പാന്തവഗ്നി പോലെ സർവദേവന്മാരുടെ തേജസ്സും ഒന്നായി കയർന്നു സർവലോകവ്യാപ്തമായി കാണായി ദേവന്മാർക്കും ഔർവാഗ്നിജാലാമാലയോടും ഉജ്ജ്വലിച്ചൊരു പർവ്വതാകാരം പൂണ്ടു നിൽക്കുന്നത് പോലെ കണ്ടാർ. നാരീവേഷവും പൂണ്ടു നിൽക്കുന്ന ദിവ്യരൂപം പാരെല്ലാം നിറഞ്ഞ തേജസ്സൊടും കാണായല്ലോ. ശങ്കര തേജസ്സിനാൽ ഉണ്ടായി മുഖാംബുജം പങ്കജേഷനുടെ തേജസാ ബാഹുക്കളും ബ്രഹ്മമാം തേജസ്സിനാലുണ്ടായി പാദങ്ങളും കാമ്യമാം നിതംബവും ഭൂമിതൻ തേജസ്സിനാൽ സൗമ്യ തേജസാ പുനരുണ്ടായി തലകളും യാമ്യ തേജസാ കേശഭാരമുണ്ടായി വന്നു. ചാരുമദ്യവും പുനരൈന്ദ്രമാം തേജസ്സിനാൽ വാരുണ തേജസ്സിനാൽ ജംഗങ്ങൾ ഊരുക്കളും കൈവിരലുകളെല്ലാം ആദിത്യ തേജസ്സിനാൽ കാൽവിരലുകളെല്ലാം വസുക്കൾ തേജസ്സിനാൽ കൗബേര തേജസ്സിനാൽ നാസികയുണ്ടായി വന്നു. പാപക തേജസ്സിനാലുണ്ടായി നേത്രത്രയം ദന്തങ്ങളെല്ലാം പ്രജാപത്യമാം തേജസ്സിനാൽ സന്ധ്യക തേജസ്സിനാൽ ഭ്രൂക്കൾ ഉണ്ടായി വന്നു. മാരുത തേജസ്സിനാൽ ശ്രവണങ്ങൾ ഉണ്ടായി ചാരുത ചേർന്ന രൂപം പൂർണ്ണമായി കാണായി വന്നു.
ദേവകളെല്ലാം തങ്ങൾക്കുള്ളായുധങ്ങൾ ദേവിക്കു കൊടുത്തിതു യുദ്ധത്തിനതു കാലം. ശങ്കരൻ ശൂലം നൽകി പങ്കജേക്ഷണൻ ചക്രം, ശംഖത്തെ വരുണനും ശക്തിയെ ദഹനനും, മാരുതൻ പൂർണമാമിക്ഷുതിയും, വജ്രമിന്ദ്രൻ കാലദണ്ഡത്തെ യമൻ, ആരവം ചേരും മണി നൽകിനാൻ ഐരാവതം, വാരിധി പാശത്തെയും നൽകിനാൻ അതുകാലം. അക്ഷമാലയെ കൊടുത്തിടിനാൻ പ്രജാപതി, പുഷ്കരാസനൻ മണ്ഡലവും നൽകിയിടിനാൻ, രോമകൂപേഷു സൂര്യൻ രശ്മികൾ നൽകിയിടിനാൻ, ഭീമനാങ്കാലൻ ഖഡ്ഗചർമ്മങ്ങൾ നൽകിയിടിനാൻ, ക്ഷീരവാരിധി വസ്ത്രമുത്തരീയവും നൽകി, ഹാരവും വിശേഷിച്ചു കൊടുത്തു മനോഹരം, ചൂടാരത്നവും അർദ്ധചന്ദ്രകുണ്ടലങ്ങളും, ഹാരവും ഹാടകടകേയൂരനൂപുരങ്ങളും, അംഗത ഗ്രൈവേയ കമലമഞ്ജിത രത്നാഞ്ജിതമങ്കുലീയങ്ങളും നൽകിനാൻ വിശ്വകർമ്മ. ശത്രു സംഹാരക്ഷമം പരശു നൽകിടിനാൻ, അസ്ത്രങ്ങളഭേദ്യമാം സ്യന്തനമിവയെല്ലാം, അംളനാമംബുജമാല്യമംബുജ കുസുമവും അമ്പുതി നൽകിയിടിനാൻ അംബികയ്ക്കതു നേരം, ഹിമവാൻ നൽകിയിടിനാൻ വാഹനത്തിനു സിംഹം, വിമലരത്നങ്ങളും അമിതം നൽകിയിടിനാൻ, മദ്യസമ്പൂർണമായ പാനപാത്രവും നൽകി, വിത്തേശൻ വിശേഷിച്ചു സമ്പൂർണ്ണ നിധികളും, ശേഷനാം നാഗേശ്വരൻ നിർമ്മലമണിഗണഭൂഷിതമായുള്ളൊരു കാകഹാരവും നൽകി, അന്യദേവന്മാരാലും ഭൂഷണായുധങ്ങളാൽ അന്യൂന്യാതരം ബഹുമാനിതയായ ദേവി, തസ്തുരമച്ചസ്ഥൈരമട്ടഹാസവും ചെയ്തു, വിദ്രുതം നഭസ്ഥലം പൊട്ടുമാറതു നേരം, സപ്തവാരിധികളും സപ്തപർവ്വതങ്ങളും സപ്തദ്വീപുകളോടും ഇളകി ഭൂമണ്ഡലം. നിർജ്ജരന്മാരും ദേവീ ഗർജനം കേട്ട നേരം, വിജ്വരന്മാരായി സ്തുതിച്ചിടിനാർ മുനികളും, ഘോരനാദത്താൽ വിശ്വമിളകി കണ്ട നേരം, ശൂരന്മാരാകും അമരാദികളെല്ലാവരും സന്നദ്ധന്മാരായി, പരമായുധങ്ങളും എടുത്ത ഉന്നിത്തമേറും സൈന്യത്തോടും ഉദ്ധാനം ചെയ്താർ. എന്തൊരു ഘോഷം കേട്ടതെന്നോർത്തു മഹിഷനും ബന്ധുക്കളോടും ക്രോധത്തോടും ചെന്നതു നേരം, ത്രൈലോക്യം നിറഞ്ഞൊരു തേജസാ ദേവീ രൂപമാലോക്യ നിജഹൃതി വിസ്മയം തേടിയിടിനാർ. പാദഘാതേന തണിയിടുന്ന ഭൂചക്രത്തോടും മേതുര കിരീടം ചെന്നുരുമഭ്രത്തോടും, ദിക്കുകൾ തോറും വ്യാപിച്ചൊരു ബാഹുക്കളോടും, ചാപജ്യനാദം കൊണ്ട് മുഴങ്ങും വിശ്വത്തോടും, ശോഭിച്ചു കാണായി വന്നു ദേവിയതു നേരം, കോപിച്ചു യുദ്ധം തുടങ്ങിനാരസുരരും, ശാസ്ത്രാസ്ത്രവൃഷ്ടി കൊണ്ടു ദീപിച്ചു ദിഗന്ധരം, വിത്രസ്തന്മാരായി വന്നു ലോകവാസികളെല്ലാം, മഹിഷാസുരസേനാപതി ചിക്ഷുരനപ്പോൾ സഹസാ ചെന്നീടിനാൻ ചാമരനോടും കൂടി, സംഖ്യയില്ലാതെ ചതുരംഗവാഹിനിയോടും ഹുങ്കാരം തോടും ചെന്നു സമരം തുടങ്ങിനാൻ. മതത്തൊടൊരു60,000 തേരൊടും ചെന്നുദഗ്രനായ ദൈത്യനടുത്തു യുദ്ധത്തിനായി, മഖദ്വേഷികൾ വീരനാകിയ മഹാഹനു സഹസ്രായുധരഥത്തോടും ചെന്നെതിരിട്ടാൻ, 50 നിയുതമൈഡിന രഥത്തോടും വൻപനാ മസിലോമാവടുത്താനതു നേരം, 600 ആയുധം ചേരൊടും ബാഷ്കളവീരൻ തുരകശതസഹസ്രങ്ങളോടതു നേരം, ഉഗ്രദർശനൻ താനുമടുത്തു യുദ്ധം ചെയ്താനുഗ്രനാം വിരാളനും, തേരൊരു കോടിയോടും 500,000 തേരൊടും ചെന്നെതിരിട്ടാൻ, അഞ്ചാതെ മഹാദേവി തന്നോടു ഭയഹീനം. ഹയനാഗേന്ദ്രരഥ പങ്ക്തികളുണ്ട് പുനരയുധം കോടി കോടി സഹസ്രങ്ങൾ, മഹിഷാസുരവീരനഭിത ബലത്തോടും മഹിഷാന്തകയോടും സമരം തുടങ്ങിനാൻ. ഖഡ്ഗപട്ടസബാണ പരശു ശക്തികളും മുൾഗരപിണ്ടിപാലതോമരപാശങ്ങളും, പരിഖമുസലങ്ങൾ കുശകുന്തങ്ങളാദിശരങ്ങൾ കൊണ്ടും തൂകിത്തുടങ്ങി മഹാരണി. ദേവിയും ശസ്ത്രാസ്ത്രങ്ങൾ വർഷിച്ചങ്ങുടനുടൻ ദേവവൈരികൾ ദേഹം ഭേദിച്ചു തുടങ്ങിന. ദേവതാപസഗന്ധർവാദികൾ അതുനേരം ദേവിയെ സ്തുതിച്ചു
സന്തോഷിപ്പിച്ചു മരുവിനാർ. ദേവി തൻ വാഹനമാം കേസരി വീരനപ്പോൾ ദേവാരി സൈന്യം പുക്കു സഞ്ചരിക്കുന്നു. കാനന മധ്യേ ഭഗ്നി സഞ്ചരിച്ചിടും വണ്ണം സേനയെ ദഹിപ്പിച്ചു സത്വരം രോഷത്തോടെ യുദ്ധം ചെയ്യുമ്പോൾ ദേവി നിശ്വാസങ്ങളിൽ നിന്നു സദ്യ സംഭവിച്ചതു ഗണഗളമാ സംഖ്യമായി പരശുഭിണ്ടി പാലപട്ടസാദികളാലെ സുരവൈരികൾ തന്നെ അവരുമൊടുക്കിനാർ. മൃദംഗ പടക ശംഖാദിവാദ്യങ്ങളെല്ലാം മതം പൂണ്ടേറ്റം പ്രയോഗിച്ചു യുദ്ധോത്സവേ. ശൂലഖഡ്ഗാസ്ത്രശസ്ത്രവൃഷ്ടിയാൽ മഹാദേവി കാലനൂർ കയയ്ക്കുന്നു ദേവാരികളെയെല്ലാം. ഘോരമാം ഖണ്ഡനാദം കേട്ടു മോഹിച്ചു ദൈത്യവീരന്മാർ തെരുതെരെ പാരിൽ വീഴുന്നുള്ളുന്നു. പാശത്താൽ ബന്ധിച്ചുടാൻ ചിലരെ ഇഴയ്ക്കുന്നു. രോഷത്താൽ ഖഡ്ഗം കൊണ്ട് ചിലരെ ഖണ്ഡിക്കുന്നു. മുസലമേറ്റു രക്തം ഛർദ്ദിച്ചിടുന്നു ചിലർ. ഗതയേറ്റുടൻ പിടഞ്ഞു വീണിടുന്നു. വക്ഷസി ശൂലമേറ്റു ഭേദിച്ചിടുന്നു ചിലർ. തൽക്ഷണേ ബാണമേറ്റു വീഴുന്നു ചിലരെല്ലാം. ബാഹുക്കളറ്റും കഴുത്തറ്റും ജംഗങ്ങളറ്റും ദേഹത്തിൻ നടുവറ്റും ഉത്തമാംഗങ്ങളറ്റും ഏകബാഹുവാക്ഷി ശൂന്യന്മാരായി വീണു ചിലരാകുലപ്പെട്ടു വീണു ഭൂതലം നിറയുന്നു. കബന്ധങ്ങളും പുനരുദ്ധാനം ചെയ്തു ശീഘ്രം നിബന്ധമടുക്കുന്നു. നൃത്തം വയ്ക്കുന്നു ചിലർ. നില്ലെന്നു പറഞ്ഞടുക്കുന്നു മഹാദേവി. കൊല്ലുന്നു മഹാസുരഗജവാജികളെയും ഗുണപങ്ങളെ കൊണ്ട് മറഞ്ഞു ചമഞ്ഞിതു രണഭൂമിയും തത്ര രുദ്ര നദികളും. ഓരോരോ വഴിയെ പോയി വേഗത്തിലൊഴുകുന്നു. നാരദൻ കൗതൂഹലം പൂണ്ടുടൻ കൊണ്ടാടുന്നു. ഘോരതാവഗ്നിവനം ദഹിപ്പിച്ചിടുന്നത് പോലെ വീരന്മാരായ ദൈത്യന്മാർ ദഹിക്കുന്നു. ദേവിതൻ ഗണങ്ങളും വേഗേന യുദ്ധം ചെയ്തു ദേവവൈരികളെ കൊന്നാവോളമൊടുക്കുന്നു. ദേവവൃഷ്ടികൾ പുഷ്പവൃഷ്ടി ചെയ്തൊക്കവേ സ്തുതിക്കുന്നു. ദേവിയും പ്രസാദിച്ചു ഭക്തരെ നോക്കിയിടുന്നു. 2-ാം അധ്യായത്തിലെ കഥകളേവം ചൊന്നേ. പണ്ഡിതം കൂടാതെ ചൊല്ലുവിൻ ശേഷവും. മാധർമ്മേ മധുകൈടഭഗ്നി മഹിഷ പ്രാണപാഹാരോദ്യമേ ഹേല നിർമ്മിത ധൂമ്രലോചനവദേ ഹേ ചണ്ഡമുണ്ടാർദിനി നിശേഷീകൃത രക്തബീജതനുജേ നിത്യേ സുംബാവഹേ സുംബധ്വംസിനി സംഹാരാശു ദുരിതം ദുർഗേ നമസ്തേ അംബികേ നിശേഷീകൃത രക്തബീജതനുജേ നിത്യേ സുംബാ